എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് കൃത്യമാണ്, വ്യക്തമാണ്, മാറ്റമില്ലാത്ത ദൈവവചനമാണ്, മുദ്രിതമായിരിക്കുന്നു, മാറ്റമില്ലാതെ അടിത്തറയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ആമേൻ, ആമേൻ. ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നീ ആരുമായിക്കൊള്ളട്ടെ, ഇങ്ങോട്ട് നോക്കിക്കോ, നീ ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം എത്ര തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, എത്ര ദൂരം അകലെയിരുന്നു കൊണ്ട് നീ പങ്കെടുക്കുന്നെങ്കിലും, നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എത്ര വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യം എന്നറിയോ? എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർക്ക് നന്നായി അറിയാമോ? അറിയാവോ? ഭാര്യയ്ക്ക് അറിയാവോ? എവിടെ? എന്തറിയാം? ഭാര്യ, നിന്റെ ഭർത്താവിന് നിന്നെ അറിയാവോ? എന്തറിയാന്നായി പറയണേ? മക്കൾക്ക് നമ്മൾ അറിയാവോ? അല്ല, നമ്മൾ ഈ ചങ്കോട് ചേർത്ത് സ്നേഹിക്കുന്നുവെന്നൊക്കെ അവകാശപ്പെടുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില ജീവിത സമയങ്ങളിൽ. എന്നെ നന്നായി ഇയാൾക്കറിയാം. എന്തറിയാന്നീ പറയണേ? 7 മാസങ്ങൾക്ക് മുമ്പ് ഈ ധ്യാന മന്ദിരത്തിൽ ഒരു പെണ്ണും ചെറുക്കനും കൂടെ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാൻ, പക്ഷേ രണ്ടിനും കൂടെ പിടിവാശി. അവരൊരുമിച്ച് പഠിച്ചതാണ് സ്കൂൾ മുതൽ, ഇപ്പോൾ കോളേജ് കാലഘട്ടത്തിലെത്തി. അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണം. രണ്ടുപേരുടെയും വീട്ടുകാർ വന്നിട്ടുണ്ട്. നല്ല മനുഷ്യരാണ്. ഈ പെങ്കൊച്ചും ചെറുക്കനും ഇവരെയും നല്ലവരാണ്, എല്ലാവരും നല്ല മനുഷ്യരാണ്. ഈ പെണ്ണ് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നോണ്ട് പറഞ്ഞ, അച്ഛാ, ഇവന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇവന് മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ, കാരണം വർഷങ്ങളായിട്ട് ഇവനെ എന്നെ നന്നായി അറിയാം. അച്ഛാ, സ്കൂൾ കാലഘട്ടം തൊട്ട് എന്നെ നന്നായി അറിയാം. ചെറുക്കൻ അപ്പുറത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ നിന്നോണ്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അവളെ നന്നായി അറിയാം, എന്നെ അവൾക്ക് നന്നായി അറിയാം, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അന്തസ്. അപ്പൊ ഈ അപ്പനും അമ്മയും പെണ്ണിന്റെയും ചെറുക്കൻ്റെയും വീട്ടുകാരുണ്ട്. അപ്പൊ അവര് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് പലതരത്തിലുള്ള വാദഗതികൾ ഇങ്ങനെ നിരത്തുവാണ്. ഈ വാദഗതികൾ എന്നൊക്കെ നിരത്തുമ്പോൾ പെണ്ണിന്റെ ഒരു ചോദ്യം പെണ്ണിന്റെ അപ്പനോടാണ്, ഡാഡി ഇനി വേറെ ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നെന്ന് വിചാരിച്ചോ? അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? എൻ്റെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് എന്നെ നിലനിൽക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതാവസ്ഥ അയാൾക്ക് മനസ്സിലാവൂ? ഡാഡി, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത്? അയാൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ ചെയ്യേണ്ടത്? അപ്പൻ ഒരു വാക്ക് പറയാനില്ലെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന ഒരാൾ എന്നെ മനസ്സിലാക്കുമെന്ന് എന്താ ഇത്ര നിർബന്ധം? പെണ്ണിന്റെ ചോദ്യം. ഉത്തരവൊന്നും കൊടുക്കാനില്ലത്രേ. അവസാനത്തെ തീരുമാനം, എന്നാ പിന്നെ ഈ കല്യാണം നടത്താം. അങ്ങനെ ഈ പെണ്ണിന്റെ ചെറുക്കൻ്റെ സന്തോഷം കാണണം, ആഘോഷം. കാരണം സ്കൂൾ കാലഘട്ടം മുതൽ ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരുമിച്ചുള്ള ജീവിതം. അങ്ങനെ രണ്ട് വീട്ടുകാർ സമ്മതിച്ചു. അങ്ങനെ അവരുടെ വിവാഹം സന്തോഷത്തോടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവര് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ പറയാൻ വേണ്ടിയിട്ടല്ല ഇതിപ്പോൾ ഈ സംഭവം പറഞ്ഞത്. അധിക നാളായിട്ടില്ല, ഈ പെൺകുട്ടി കഴിഞ്ഞ നാളായി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു, എങ്ങനെ മറക്കും? കാരണം നിന്നെ ഈ ഭൂമിയിൽ ഇത്രമേൽ നന്നായി അറിയുന്ന ഒരാളുടെ കൂടെയല്ലേ ജീവിക്കുന്നത്, ഒന്നിനും കുറവുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അതിനെക്കുറിച്ച് പറയാനാ ഞാനിപ്പോൾ വന്നത്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. കാരണം വിചാരിച്ച പോലെ അല്ല അച്ഛാ, കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചത്. കല്യാണത്തിന് മുമ്പ് കണ്ട ഒരു ചെറുക്കനല്ല അവൻ. അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. സ്വഭാവ രീതികളിൽ വലിയ വ്യത്യാസം. വലിയ ഭാരപ്പെട്ട് ഈ പെണ്ണ് പ്രാർത്ഥിക്കാൻ വന്നു. ഈ പെൺകുട്ടിയെ ബലപ്പെടുത്തി, ദൈവത്തിൽ ആശ്രയിക്കും, കുടുംബജീവിതം ദൈവം തന്നതാണെന്നൊക്കെ പറഞ്ഞ് ചില ആത്മീയ മേഖലകളൊക്കെ വെളിപ്പെടുത്തി വിട്ടു. ഞാനിവിടെ ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ ഒരു ചോദ്യം വയ്ക്കുന്നു. നിങ്ങളെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലെന്ന് നമുക്ക് തോന്നും.
ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ തോന്നും, എന്നെ ഇയാൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും, എൻ്റെ ജീവിതത്തെ ഇയാൾക്ക് നന്നായിട്ട് അറിയാം, വർഷങ്ങളായിട്ട് അറിയാമെന്നൊക്കെ തോന്നും, അല്ലേ? തോന്നും. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയോ? നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ നന്നായി അറിയാം. ആമേൻ, ആമേൻ. ദൈവത്തിന് മാത്രമേ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നന്നായി അറിയാവുള്ളൂ. വേറെ ഒരു മനുഷ്യനും നിന്നെ മനസ്സിലാകത്തില്ല. നമ്മുടെ പുറമേയുള്ള നടപ്പും ചിരിയും വർത്തമാനവും നമ്മുടെ വേഷപ്രച്ഛന്നങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞിട്ട് അതനുസരിച്ച് അവർ വിലയിരുത്തും. എന്നാൽ നിന്റെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു വചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മളെ കൃത്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കും. സങ്കീർത്തനം 44 വചനം 21. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 44 വേഴ്സ് 21. സങ്കീർത്തനം 44 21 തിരുവചനം. അത് ദൈവത്തിന്റെ കണ്ണിൽ പെടാതിരിക്കുമോ? എന്നിട്ട് കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, ഹൃദയ രഹസ്യങ്ങൾ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 44 വേഴ്സ് 21. ദൈവമേ, എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനെ, എൻ്റെ ഹൃദയത്തിലെ ഓരോ രഹസ്യവും എൻ്റെ ദൈവത്തിനറിയാം. നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ പലതും പറഞ്ഞു പറ്റിക്കാം, അല്ലേ? പല രീതിയിൽ കബളിപ്പിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും നിനക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന് നിന്നെ നന്നായി അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.